നമസ്കാരം. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വന്നാൽ വെടിനിർത്താമെന്ന് ഹമാസ് രാഷ്ട്രീയ നേതാവ് ഖലീൽ അൽ-ഹയ്യ വാഗ്ദാനം ചെയ്തു. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമായാൽ ഹമാസ് ആയുധം താഴെവെച്ച് പൂർണ്ണമായും രാഷ്ട്രീയ പാർട്ടിയായി പരിവർത്തനം ചെയ്യുമെന്നും തുർക്കിയിൽ അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അൽ-ഹയ്യ പറഞ്ഞു. 5 വർഷമോ അതിൽ കൂടുതലോ ഇസ്രായേലുമായി വെടിനിർത്തലിന് തയ്യാറാണെന്നാണ് ഹമാസ് നേതാവ് വ്യക്തമാക്കിയത്. ഇതിനിടെ ശേഷിക്കുന്ന ബന്ദികളെയും വിട്ടയച്ച് ഗാസയിലെ പ്രതിസന്ധി അവസാനിപ്പിക്കണമെന്ന് US ഉൾപ്പെടെ 18 രാജ്യങ്ങൾ ഹമാസിനോട് ആവശ്യപ്പെട്ടു. ഈ രാജ്യങ്ങളിൽ പൗരത്വമുള്ള ബന്ദികളും ഹമാസിന്റെ പിടിയിലുണ്ട്. ഇതേസമയം തെക്കൻ ഗാസയിലെ റഫ ആക്രമിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് തന്നെയാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഇപ്പോൾ അവിടെയുള്ള പലസ്തീൻകാരെ ഒഴിപ്പിച്ച് മറ്റൊരിടത്ത് താമസിപ്പിക്കാനായി 40,000 ടെന്റുകൾ വാങ്ങിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വക്താവ് അറിയിച്ചു. റഫയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ ഖാൻ യൂനിസിൽ ഇത്തരം ടെന്റുകൾ വരിവരിയായി വെച്ചിരിക്കുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. നെതന്യാഹു അനുമതി നൽകുന്ന നിമിഷം റഫയിൽ സൈന്യം ഇറങ്ങുമെന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ നിലപാട്. റഫയിൽ ഇന്നലെ പുലർച്ചെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് മുതൽ 34,305 പലസ്തീൻകാർ ഗാസയിൽ കൊല്ലപ്പെട്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 77,293 പേർക്ക് പരിക്കേറ്റു. അതേസമയം ഗാസയിൽ ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടരുന്നതിനിടെ US സർവകലാശാലകളിൽ വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമാകുന്നു. ഗാസയിലെ വംശഹത്യ നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ക്യാമ്പസുകളെ സമരകേന്ദ്രങ്ങളാക്കിയത്. നേരത്തെയും പ്രതിഷേധമുണ്ടെങ്കിലും ഇപ്പോൾ രാജ്യമാകെ വീശുന്ന സമര കൊടുങ്കാറ്റിന്റെ ഉറവിടം കൊളംബിയ സർവകലാശാലയാണ്. പലസ്തീൻ അനുകൂല പ്രക്ഷോഭകരെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കാൻ ന്യൂയോർക്ക് പോലീസിനെ നിയോഗിക്കാൻ അടുത്തിടെ കൊളംബിയ സർവകലാശാല തീരുമാനിച്ചിരുന്നു. ഇതിനെതിരായുള്ള പ്രതിഷേധമാണ് ആദ്യം ന്യൂയോർക്ക് സിറ്റിയിലും പിന്നീട് US-ലെമ്പാടും വിദ്യാർത്ഥി സമരങ്ങൾക്ക് ഇന്ധനം പകർന്നത്. US കോൺഗ്രസ് അംഗം ഇൽഹാൻ ഒമറിന്റെ മകൾ ഇസ്ട്രാ ഹിർസി ഉൾപ്പെടെ കൊളംബിയ സർവകലാശാലയിലെ 108 പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ടു. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി, യേൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഇലിനോയ്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, ബെർക്ക്ലി, യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ കാലിഫോർണിയ തുടങ്ങിയവ ഐക്യദാർഢ്യവുമായി രംഗത്തെത്തി. ഏപ്രിൽ 17-നാണ് സംഭവങ്ങളുടെ തുടക്കം. കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് നെമാറ്റ് മിനോഷെ ഷാഫിക്കിനെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക്ഫോഴ്സ് ഹൗസ് കമ്മിറ്റി ഹിയറിംഗിന് വിളിപ്പിച്ചിരുന്നു. ക്യാമ്പസിലെ ഇസ്രായേൽ വിരുദ്ധതയുമായി ബന്ധപ്പെട്ടാണ് നെമാറ്റിനെ വിളിപ്പിച്ചത്. ഇതിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ നേരിടാൻ പോലീസ് ഇടപെട്ടത് സംഘർഷങ്ങൾക്ക് വഴിവെച്ചു. അടിച്ചമർത്തലിന്റെയും സെൻസർഷിപ്പിന്റെയും ഭാഗമാണിതെന്ന് വിദ്യാർത്ഥികൾ നിലപാടെടുത്തതോടെ കൊളംബിയയിലും പുറത്തുമുള്ള ക്യാമ്പസുകളിൽ ഇസ്രായേൽ വിരുദ്ധത പടർന്നു. ഇസ്രായേലി കമ്പനികളിൽ നിന്ന് രാജിവെക്കാൻ ആഹ്വാനം ചെയ്തും പലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും രാജ്യമാകെ പ്രകടനങ്ങൾ അരങ്ങേറി. ഇസ്രായേൽ അനുകൂല നിലപാടുള്ള US ഭരണകൂടത്തിനെ സമ്മർദ്ദത്തിലാക്കാൻ പ്രതിഷേധങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നാണ് സംഘാടകരുടെ വിശ്വാസം. കൊളംബിയയിലെ രൂക്ഷമായ സമരം അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥി പ്രതിനിധികളും യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ചകൾ തുടരുകയാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല, ഒരു വിഭാഗം അധ്യാപകരും അനധ്യാപകരും പ്രതിഷേധത്തെ പിന്തുണച്ച് രംഗത്തെത്തി. ജൂതവംശജരായ വിദ്യാർത്ഥികൾക്ക് സമരക്കാരിൽ നിന്ന് ഭീഷണിയുള്ളതായും റിപ്പോർട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ കൊല്ലം 59 രാജ്യങ്ങളിലായി കൊടും പട്ടിണി അനുഭവിച്ചത് 28.2 കോടി പേരെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. അതിലേറ്റവും കൂടുതൽ പേർ പട്ടിണിയിലായ ഭൂപ്രദേശം ഗാസയാണെന്ന് ബുധനാഴ്ച പുറത്തുവിട്ട ഗ്ലോബൽ റിപ്പോർട്ട് ഓൺ ഫുഡ് ആൻഡ് ക്രൈസിസിൽ പറയുന്നു. 5.77 ലക്ഷം പേരാണ് ഒക്ടോബർ 7-ന് യുദ്ധം ആരംഭിച്ച ശേഷം ഗാസയിൽ കൊടും പട്ടിണി നേരിടുന്നത്. 2022-നേക്കാൾ 2.4 കോടി അധികം ആളുകളാണ് 2023-ൽ ലോകത്ത് കൊടും പട്ടിണിയിലായത്. ഭക്ഷ്യസുരക്ഷയിലെ വെല്ലുവിളി, ഗാസയിലെ യുദ്ധം, സുഡാനിലെ ആഭ്യന്തര കലാപം എന്നിവ സ്ഥിതി ഗുരുതരമാക്കി. ദക്ഷിണ സുഡാൻ, ബുർക്കിന ഫാസോ, സൊമാലിയ, മാലി തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് പട്ടിണി കൂടുതൽ. എൽനിനോ പ്രതിഭാസം മൂർധന്യത്തിലെത്തിയത് ദക്ഷിണ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാലാവസ്ഥാ ദുരന്തങ്ങൾ രൂക്ഷമാക്കി. അടിക്കടിയുണ്ടായ കൊടും വരൾച്ചയും പ്രളയവും കാർഷികോൽപാദനത്തെയും ഭക്ഷ്യസുരക്ഷയെയും കാര്യമായി ബാധിച്ചെന്നും റിപ്പോർട്ട് പറയുന്നു.